ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണെന്ന്. നമ്മുടെ വളാഞ്ചേരി ടൗണാണ്. കേരളത്തിൽ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ളൊരു ടൗണാണ് വളാഞ്ചേരി ടൗണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ കാരണം ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്മസിന് അനുബന്ധിച്ചിട്ട് ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഒരു വീട്ടിൽ തന്നെ 4-5 ഒക്കെ വണ്ടികളാണല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് പോയ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലൊക്കെ താമസിക്കുന്നവർ തിരിച്ച് വെക്കേഷനിൽ മക്കൾക്ക് വെക്കേഷനുള്ളവർ വിരുന്ന് പോകുന്നവരോ പിന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നവരോ ലീവിന് നാട്ടിൽ പോകുക അങ്ങനെയൊക്കെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്രയും ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്കാണ്. നമ്മളൊരു അരമണിക്കൂറല്ല അതിനപ്പുറം തന്നെ ബസ്സിൽ ടൗണിൽ നിന്ന് കുറച്ചേ വിട്ടിട്ട് അത്രയും ബ്ലോക്കിൽ നിന്നിട്ടാണ് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കൊന്ന് എത്തിക്കിട്ടാൻ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് വളാഞ്ചേരിയിലേക്ക് എന്തെങ്കിലും വലിയ അത്യാവശ്യത്തിന് വരുന്നവർ ബസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വലിയ അത്യാവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വരാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇത് കാണുമ്പോൾ തോന്നുകയാണ് നമുക്ക് കറക്റ്റ് സമയത്ത് വീട്ടിലെത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടം എന്തായാലും പുറത്തുള്ള കാര്യങ്ങൾ, യാത്രകൾ, അതുപോലെ എന്തെങ്കിലും ആളുകൾക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് എനിക്കിഷ്ടം. അതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് കണ്ടപ്പോൾ ആ വീഡിയോ എടുക്കാം, ഇതൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരികയും ഞാനത് വീഡിയോ എടുക്കുകയും ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, വലിയൊരു ലോറിയാണ് മുന്നിലുള്ളത്. അതിന് ബാക്കിൽ നിറയെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബൈക്ക് കൊടുത്തിട്ട് അയാളിങ്ങനെ അത്രയും പിന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആൾക്കാരൊന്നും അവനാൻ്റെ ഒരു ജീവനാണെന്നൊന്നും ഒരു പേടിയില്ല. അങ്ങനെയാണ് ഇടയിലൂടെ വണ്ടി കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഡേഞ്ചറായ ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് കടകളൊക്കെ നല്ല റെഡ് വൈറ്റ് ഡ്രസ്സ് കൊണ്ട് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടാ. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ സമരമാണ് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇതുവരെയും ഇത്രയും വരെ ബ്ലോക്ക് വണ്ടി അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മാറ്റവും വന്നിട്ടില്ല. ബസ്സുകൾ പിന്നെ അവർക്ക് കറക്റ്റ് അവരുടെ ടൈമിൽ ഓടേണ്ട കാരണം എങ്ങനെയൊക്കെയോ ആണ്. എന്നാലും ഒരു ടൈമിലൊന്നല്ല വരുന്നത്. അരമണിക്കൂറൊക്കെ ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ മിഞ്ഞാന്നത്തെ ഒക്കെ വളാഞ്ചേരിയിലെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.